നമ്മുടെ സംഗീത സംവിധായകൻ സുഷിൻ പറഞ്ഞ പോലെ മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന് തുടക്കത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോഴത്തെ മൊത്തത്തിൽ മലയാള സിനിമയുടെ സീൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റമാണ് നടക്കുന്നത്. ആദ്യം തന്നെ നമുക്കറിയാം, തുടക്കം തന്നെ, അതായത് 2020 തുടക്കം തന്നെ പല മലയാള സിനിമകളും വമ്പൻ ഹിറ്റായി. അതായത് അതർ ഇൻഡസ്ട്രീസ് സ്ലോ ആയ സമയത്ത് മലയാള സിനിമ ഒരു ഏകദേശം 1000 കോടി രൂപയുടെ ബിസിനസ് നടത്തി അങ്ങനെ മുമ്പോട്ട് പോയായിരുന്നു. പിന്നെ അതിനുശേഷം അനധികൃതമായി ഈ ഇരട്ടിപ്പുകൾ കാണിച്ചത്, അതായത് പറഞ്ഞ സിനിമയുടെ പൈസകൾ ഇരട്ടി കാണിച്ചെന്ന് പറഞ്ഞ് ED അന്വേഷണം നടത്തി. ഇപ്പോഴത്തെ ഏറ്റവും ലാസ്റ്റ് ഹേമ കമ്മീഷൻ വന്നിരിക്കുകയാണ്. ശരിക്കും മലയാള സിനിമയുടെ സീൻ മാറാറായിരിക്കുകയാണ്, അതായത് സീൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഹാഷിറിന്റെ ഡയലോഗ് പറയുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചുകാലത്ത് സംഭവിക്കുന്നത് അത് കൃത്യമായി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ ന്യൂസാണ് വരുന്നത്. നമുക്കറിയാം, മലയാള സിനിമയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കാനും പറ്റത്തില്ല. പക്ഷേ ഒന്നുണ്ട്, സമത്വം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ വെറും വാക്കുകളിൽ ഒതുക്കാൻ മാത്രമുള്ളതല്ല സമത്വം എന്ന് പറയുന്നത്. അതിപ്പം ഏത് ദിശയിലായിക്കോട്ടെ, അത് ഇന്ന വർക്കിംഗ് സ്പേസും സിനിമയിൽ നിന്നല്ല എല്ലായിടത്തും ഒരു സമത്വം വേണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റിൽ കേട്ടതാണ്. അതായത് ആൺ പെൺ വ്യത്യാസമില്ല, അതായത് തുല്യ സാലറി തന്നെ സിനിമയിൽ കൊടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി അത് റിയലിസ്റ്റിക്കായിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് വളരെ ഒരു ഫാക്റ്റാണ്. ഇതിനെപ്പറ്റി ഒരുപാട് മുമ്പ് തലാഷ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ നമ്മുടെ അമീർ ഖാൻ എന്ന് കൃത്യമായി മറുപടി വെക്കുന്നത്. അതായത് ഇതേ ചോദ്യം തന്നെയാണ് അങ്ങോട്ട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, തൊട്ടപ്പുറത്ത് റാണി മുഖർജിയും കരീന കപൂർ വരുന്നിരിക്കുന്നത്. അപ്പം അമീർ ഖാൻ വ്യക്തമായിട്ട് മറുപടി കൊടുത്തു. ഇതാണ് പറഞ്ഞത്, അതായത് റാണി മുഖർജിക്ക് അമീർ ഖാൻ എന്ന് പറഞ്ഞ സ്റ്റാറിന്റെ ആ സിനിമയ്ക്ക് എത്രത്തോളം ക്രൗഡ് പുള്ളിംഗ് ഉണ്ടോ അത്രത്തോളം ക്രൗഡ് പുള്ളിംഗ് റാണി മുഖർജിക്ക് ഉണ്ടെങ്കിൽ റാണി മുഖർജിക്ക് ഞാൻ വാങ്ങുന്ന റെക്കമെൻഡേഷൻ അത്രയും വാങ്ങാൻ സാധിക്കുന്നു പറഞ്ഞു. അതായത് സിനിമയിലേക്ക് പ്രേക്ഷകരെ ക്രൗഡ് പുള്ളിംഗ് ഉണ്ടാക്കാൻ ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നുള്ള ഏതൊരു താരത്തിനും. അപ്പോൾ മാത്രമുള്ള സിനിമ സ്വാഭാവികമായിട്ടും ഓഡിയൻസിലോട്ട് എത്തുന്നു. പിന്നെ അതിന്റെ കഥയും ബാക്കിയുള്ളത് അതിന്റെ പുറകെയുള്ള കാര്യങ്ങളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ കറക്റ്റ് അല്ലേ? അതായത് ആർക്കാണോ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ കൽപ്പുള്ളത് അവരാണ് ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഉള്ള ഒരു സാലറി തന്നെ ഈ സാധാരണ ഒരു ആക്ടറിന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് അവിടെ വരുന്ന ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും XOR എല്ലാവർക്കും ഒരു തുല്യ ഒരു സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്, അതായത് വ്യത്യാസമില്ലാതെ തുല്യൊരു സംരക്ഷണം കൊടുക്കാൻ പറയുന്നത് ഒരു കറക്റ്റ് ഫാക്റ്റാണ്. അത് മിക്ക മലയാള സിനിമയെന്നല്ല ഏത് ഭാഷ എടുത്തു കഴിഞ്ഞാൽ അവിടെ അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അത് കറക്റ്റാണ്. ഈ ഒരു XOR ഒരു ലിംഗഭേദമില്ലാതെ പലയിടത്തും ചൂഷണം നടക്കുന്നുണ്ട്. അത് മലയാള സിനിമയിൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ചൂഷണമായി മറ്റു പരാതികളെ പീഡനം അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. അതുതന്നെ അലിഗേഷൻസ് വരുന്നുണ്ട്. ഇതെല്ലാം നിയമത്തിന്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ കേസുകൾ വന്ന് അതുപോലെ തന്നെ തെളിവ് വന്ന് ഇതാണ് അങ്ങനെയുള്ള നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം എന്തായാലും മലയാള സിനിമയുടെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് കംപ്ലീറ്റ് മാറി. എന്താ പറയുക, അമ്മ എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ എല്ലാവരും രാജിവെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെ തിരിഞ്ഞും മറിഞ്ഞും പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇമ്പാക്ട് ശരിക്കും പറഞ്ഞാൽ പാൻ ഇന്ത്യൻ ഇമ്പാക്റ്റ് ആണെന്ന് പറയാം. മറ്റു ഭാഷകളിലെ ഇൻഡസ്ട്രികളിലും ഇപ്പോൾ ഇത് വളരെ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിശാൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് തമിഴ് സിനിമയിൽ ഇതുപോലെ വരണമെന്ന്, ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരണമെന്ന് സൂചിപ്പിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് ആണ് സത്യത്തിൽ. അപ്പോൾ ഈ സമത്വം എന്ന് പറഞ്ഞ സാധനം വെറുതെ എഴുതി വെക്കാനല്ല, അത് പ്രാവർത്തികമാക്കണമെന്നുള്ളത് ഈ ഒരു റിപ്പോർട്ട് കൂടി മുമ്പോട്ട് പോകുന്നു. പക്ഷേ അതിലുപരിയായിട്ട് തന്നെ പല മാധ്യമങ്ങളും പല വാർത്തകളെ വളച്ചൊടിക്കുന്നുണ്ട്. അതായത് അവർക്ക് റേറ്റിങ്ങിന് വേണ്ടി പല ഇതിനും വളച്ചൊടിക്കുന്നുണ്ടെന്നുള്ള മറ്റൊരു സത്യമാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സത്യവും മിഥ്യയും എല്ലാം കൂടെ കൂടിക്കലർന്ന് നടക്കണം. എന്താണ് സംഭവിച്ചതെന്ന് സാധാരണ വ്യക്തികൾക്കും ജനങ്ങൾക്കും പ്രേക്ഷകർക്കും ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങോട്ട് വേർതിരിഞ്ഞുള്ള ഫാൻ ഫൈറ്റും അതുപോലെ തന്നെ വാർത്തകളുടെ ആക്രമണം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശരിക്കും മലയാള സിനിമയെ ഇത് നല്ലപോലെ ഇമ്പാക്ട് ചെയ്യും. ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. വല്ലാത്തൊരു ഗെയിം ചേഞ്ചർ മൊമെന്റ് ആയിപ്പോയി. അപ്പൊ നമുക്ക് കാത്തിരിക്കാം ഇതിനോടൊപ്പം തന്നെ എന്താണ് സത്യം എന്നുള്ളത്. അതുപോലെ തന്നെ ശിക്ഷ ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പരമമായ സത്യം എന്ന് പറയുന്നത്. ബാക്കി എന്തെങ്കിലും കണ്ടിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു വീക്ഷണം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്.